ഒരു ഭംഗിയല്ലേ, ഒരു ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൊരു അവസരങ്ങളല്ല. പൂരത്തിന് ആന വേണ്ടേ? ചാരായം ഈ വക സാധനം ആനയ്ക്കും കൊടുക്കും. വേണമെന്നൊന്നുമില്ല, കാലത്തിനനുസരിച്ചുള്ള അതിനുള്ള എന്തെങ്കിലും വേറെ പ്രതിബന്ധം എന്തെങ്കിലും കൊണ്ടുവരണം. ആന വേണം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന രീതിയിൽ ആവരുത്. ഇപ്പൊ ആന ഇടയാന്ന് പറഞ്ഞപ്പോ നമുക്ക് മുൻകൂട്ടി പ്രൊഡക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സംഭവമല്ലേ. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. പൗരാണിക ഹൈന്ദവർക്ക് കേരളത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്ന സ്വഭാവമുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഉത്സവവുമായി ബന്ധപ്പെട്ട് അത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. നമുക്ക് അഭിമാനപൂർവ്വം സ്മരിക്കാനുള്ള ഒന്നാണ് തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റം. അപ്പോൾ ആനകളെ ഒഴിവാക്കാൻ മലയാളിക്ക് പറ്റുമോ? ഒരു വിഭാഗം പറയുന്നു ആനകൾ വേണം, ഒരു വിഭാഗം പറയുന്നു ആനകൾ വേണ്ട, അപകടമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സിറ്റിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇവിടെ വരുന്ന വിശ്വാസികളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അതിനെക്കുറിച്ച്. അതിപ്പോ ഒരു വിശ്വാസ സംരക്ഷണ ഭാഗമായിട്ടുള്ള ഒരു ആചാരപരമായിട്ട് കാലകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവന്ന സംഭവമുള്ളൂ. അപ്പോൾ അവരുടെ വിശ്വാസം അവർ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് നമ്മളതിനെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മരണങ്ങൾ നടക്കുമ്പോൾ അതെന്തായി മാറും? അതിന് വേണ്ടുന്ന കൃത്യമായ സംരക്ഷണ നടപടികൾ സർക്കാർ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നോ എടുക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇപ്പൊ ആന ഇടയാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മുൻകൂട്ടി പ്രൊഡക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ട സാങ്കേതിക സംവിധാന സഹായങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ആന വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അഭിമാനം കൊള്ളുന്നതാണ് മലയാളിയാണ്, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. എങ്കിലും അതിൽ അഭിമാനം കൊള്ളുന്നു. അത് വേണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആന വേണം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന രീതിയിൽ ആവരുത്. എന്നുവെച്ചാൽ നമ്മൾ ചെറുപ്പകാലത്ത് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉത്സവങ്ങളുടെ ക്രമീകരണങ്ങളും വേണം, നിങ്ങൾ വേണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല, കുട്ടികളെയൊക്കെ നോക്കണം, ഉത്സവത്തിനൊക്കെ പ്രത്യേകിച്ച്. ജനങ്ങളുടെ സംരക്ഷണമാണ് ഏറ്റവും വലുത്. കുറിച്ച് വെച്ചാൽ പാരമ്പര്യമായിട്ട് നടത്തണം. പക്ഷെ ജനങ്ങളെ സുരക്ഷയും കൂടി കണക്കിലെടുത്തിട്ട് വേണം. ഇപ്പോഴത്തെ ആനകളെന്നൊക്കെ പറഞ്ഞാൽ ഇടന ടൈപ്പ് ആനകളാണ്. പക്ഷെ അതിന്റെ സുരക്ഷ മുൻനിർത്തി കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. പല കാര്യങ്ങളെക്കാൾ ചൂടും കൂടുതലുണ്ട്, ഹ്യൂമിഡിറ്റിയും അല്ലേ? നല്ല ചൂട് കൂടുതലാണ്. അതാണ് ഇതൊക്കെ ബാധിക്കപ്പെടുന്നുണ്ട് മൃഗങ്ങൾക്കും ബാധിക്കപ്പെടേണ്ടത് തീർച്ചയായിട്ടും. കാലത്തിനനുസരിച്ച് മാറണം. ചൂടുണ്ട്, അതിന്റെ അനുസരിച്ച് നല്ല ചൂടുണ്ട്. പിന്നെ ബഹളവും പണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത്രയും ചൂടില്ല. അപ്പൊ മൃഗങ്ങൾക്കും താങ്ങാവുന്നതുള്ള ഇതിപ്പോ പറ്റൂല, നമുക്കേ പറ്റുന്നില്ല. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരണം കാലത്തിനനുസരിച്ച്. പിന്നെ അതിനുള്ള റെസ്റ്റ് കൊടുക്കണം. പലരും അങ്ങനെ റെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പൂരത്തിന് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നമുക്ക് തന്നെ ഇപ്പൊ കുറെ നേരം ഒന്ന് നിക്കണോന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പറയില്ലേ, അയ്യോ ഈ ഡ്രസ്സും എടുത്തോണ്ട് ഇത്ര നേരം നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റും, നമ്മൾ തന്നെ തളർന്നു. അതുപോലെ അതിനെയും നമ്മൾ പരിഗണിക്കണം. വേണമെന്നൊന്നുമില്ല, കാലത്തിനനുസരിച്ചുള്ള അതിനുള്ള എന്തെങ്കിലും വേറെ പ്രതിബന്ധം എന്തെങ്കിലും കൊണ്ടുവരണം. വേറെ എന്തെങ്കിലും ആനയ്ക്ക് പകരം എന്തെങ്കിലുമൊക്കെ ആകാമല്ല. ഈ വഴിപാട് സംബന്ധിച്ച് നമുക്ക് വേണം എന്നുള്ളത് 100%. പക്ഷേ നമ്മുടെ ജീവനും നമ്മൾ ശ്രദ്ധിക്കുക. അത് കാരണം 50-50 നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. വേണമെന്നും വേണ്ടെന്നും നമുക്ക് 50-50 പറയാൻ പറ്റുള്ളൂ. ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചോ? അതാ ഞാൻ പറഞ്ഞത് 50-50 എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇതാണ് ചോയ്സ്. ജനങ്ങളുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ആനയെക്കുറിച്ച് എപ്പോഴും നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നാണ് ഇടയാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല. ആനയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ പറയുമ്പോഴേക്കും ആന ഓടി, അത് പാപ്പാൻ്റെ കാരണമാണെന്ന് ഇപ്പോൾ അങ്ങോട്ട് പറയും. പക്ഷെ റീസൺ നമുക്കറിയില്ല. അത് അറിയേണ്ട ആൾക്കാർ, ഡോക്ടേഴ്സ് എന്താ സംഭവിച്ചേക്കണത് അവർ പറയുക. ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഉത്സവത്തിന് വേണോ വേണ്ടെന്ന് 100% ആക്കി അവർ പറയുക. ഇന്നത്തെ ആന പാപ്പന്മാരുടെ സമീപനം പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായി മാറിയിട്ടുണ്ടോ? മനോഭാവം മാറിയിട്ടുണ്ടോ? മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഈ അരസ്, അതായത് പല രീതിയിലുള്ള കഞ്ചാവ് അതൊക്കെ നമ്മൾ പറയുന്നത് അതല്ല, അതിന് മേലെയുള്ള സാധനങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഇവർ ആരൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്? പണ്ടത്തെ കാലത്ത് ആ പാടെ കള്ള്, ചാരായം ഈ വക സാധനങ്ങളും മാത്രമേ ഉള്ളൂ. ഇന്ന് അതല്ല, അതിനും വലുതാ. കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ 2 ആനപ്പാപ്പന്മാർ തന്നെ ആനയ്ക്കും കൊടുക്കും കൊണ്ടുപോയിട്ട്. അപ്പം എന്ത് വിശ്വസിക്കും? അത് കാരണം അതല്ല, അങ്ങനെ പറയാനുള്ള കാരണം പണ്ട് മുതൽക്കേ ഓരോ അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും ആനയെ കൊണ്ട് ചെല്ലുമ്പോഴേക്കും പാപ്പാൻ കള്ള് മേടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ നമ്മൾ
സിനിമയിലും ബാക്കിയൊക്കെ കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇതും കൊടുക്കാൻ പാടില്ലെന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചിന്തിക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. ഇല്ല, മനസ്സിലായ. അത് കാരണം എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് നമുക്കിപ്പോൾ തീർത്ത് പറയാൻ പറ്റില്ല. നമ്മൾ ജനങ്ങളാ, നമുക്ക് ദൂരെ നിന്നുകൊണ്ട് നോക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ജനങ്ങളുടെ സുരക്ഷ ഗവൺമെൻറ്റും ഈ ആന സംബന്ധമായിട്ടുള്ള ഡോക്ടേഴ്സും ബാക്കിയുള്ളവരും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കാം. എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ട്, വേണ്ടെന്നുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ജനങ്ങൾക്ക് ജീവിക്കണം. ഇപ്പൊ ഇങ്ങനത്തെ കേസുകൾ കുറെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പഴയതിനേക്കാളും. അത് ഒത്തിരി ഉണ്ട്. ഞാനിപ്പോൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 4 പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം ഇതാ, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സും ചഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ആനകളെ എഴുന്നള്ളിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എഴുന്നള്ളിക്കും. അല്ലാതെ ഇതാണ് ഒരുപാട് സമയം നിർത്തിക്കുന്നതൊക്കെ തെറ്റാണ്. അതുകൊണ്ടാണ് ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ സുരക്ഷ പാലിച്ചുകൊണ്ടായിരിക്കും. അത് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. ചില ചടങ്ങുകൾക്ക് അത് വേണമല്ലോ. അത് സുരക്ഷ നോക്കിയിട്ട് ചെയ്യണം. അതെ, ആനകൾ നല്ലതാണ്. ആനകള് ആൾക്കാർ കാഴ്ച കാണാനൊക്കെ ആയിട്ട് നല്ലതാണ്. പക്ഷെ പഴയ ആചാരപ്രകാരം നടന്നുകൊണ്ടിരിക്കണതാണല്ലോ. അതിപ്പോ പകുതി കുറെ ആൾക്കാർ വേണ്ടെന്ന് പറയുന്നു, കുറെ ആൾക്കാർ വേണമെന്ന് പറയുന്നു. അതൊക്കെ ഒരു ഭംഗിയല്ലേ, ഒരു ആസ്വദിക്കാൻ പറ്റിയുള്ളൊരു അവസരങ്ങളല്ല അതൊക്കെ. വേണം, ആന വേണം. തൃശ്ശൂരത്തിന് ആന വേണ്ടേ? ആന വേണം. മറ്റുള്ള എല്ലാ അമ്പലത്തിന്റെ ഉത്സവത്തിനും ആന വേണം എന്നുള്ള അഭിപ്രായമാണ്. ആന കുറഞ്ഞു 3 സ്ഥലത്ത് ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ. എന്നാലും വേണം. വേണം.